അല്ല അതെനിക്ക് മനസ്സിലായി. ഇവിടെ ഇരുന്നിട്ട് പറ്റില്ല ബുദ്ധിജീവിയോ പോലൊക്കെ ഫുള്ള് പറയാൻ വന്നിട്ട് ഞാനാണ് സൈഡിന് മണ്ടന. മാർക്കസ് നീ മണ്ടനെ പോലെ. വെൽക്കം. ഹായ് ഹലോ വെൽക്കം ടു ഹെൽമെറ്റ് ഹിൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു അനദർ എപ്പിസോഡ്. അനദർ എപ്പിസോഡ് അല്ലടാ, ഫ്രാൻസ്. ഇല്ല അത് നമുക്ക് വീണ്ടും വീണ്ടും പറയാം. എപ്പിസോഡ് 6 അത് നമുക്ക് എണ്ണണം ഇല്ലേ? എണ്ണുന്നുണ്ടെന്ന് തോന്നുന്നു. 6 ആയിരിക്കും. എൻ്റെ പേര് മാറ്റി കാണിപ്പയ്യ്. നീ ഇത് ഇങ്ങനെ പറയണം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞായിരുന്നു? നീ മറ്റേ ഫ്രഞ്ച് GB പ്രഡിക്ഷൻ നടത്തി. ആര് ജയിക്കും വെച്ചോ? മാർക്കസ് ജയിക്കും. ജയിച്ചു. പകുതി സത്യമായി. ജന്മം ചെയ്ത ആരെങ്കിലും സാർക്കോ എന്ന് ജയിച്ചിട്ട് വന്ന് വിചാരിക്കുന്നു. അല്ല എന്നാലും ഇവ പറഞ്ഞ ആ സമയത്ത് തന്നെ മഴയുടെ അഭാവത്തിൽ പുള്ളി അങ്ങ് ജയിച്ചു. ഞാനും ഇവന് എൻ്റെ അടുത്ത് ജീവിതത്തിൽ ഒരിക്കലും ഓൾ ദ ബെസ്റ്റ് പറയാത്ത ഒരുത്തൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതിന്റെ അന്ന് തന്നെ ഞാൻ പോയി വീട്. അങ്ങനെ എത്ര പേർ എത്ര പേരെ തെള്ളിയിട്ടിരിക്കുന്നു. ഒരു ഏപ്രിലിൽ ഒരു പുള്ളി പുതിയതായിട്ട് കൊണ്ടുവന്നത് അത് വീണ് ഏപ്രിലിൽ ഒരു വഴിക്കായി. പണ്ടൊരിക്കൽ ഞാൻ എന്നോട് തന്നെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അയ്യോ, ഇന്റർനാഷണൽ ലെവലോട്ട് ലോക്കൽ ലെവൽ ഏപ്രിലിൽ വരെ ഇപ്പൊ വീഴുക പറഞ്ഞിട്ട്. വീണ്ടും മറ്റേ സുനാപ്പി പറഞ്ഞു. ഹലോ വെൽക്കം ടു ഹെൽമെറ്റ് ഹിൽസ്. എൻ്റെ പേര് അമർ. എടാ റണ്ണിങ് ആണ്. ആണോ? സുനാപ്പി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫ്രാൻസ് GP ലെമാൻസ് സോണിലോട്ട് ഞാൻ സോണിലോട്ട് കാണിപ്പയ്യൂരാവുക അടുത്ത പ്രഡിക്ഷൻ നടത്താനായിട്ട്. കഥ പറയാൻ GP ഫുള്ള് ട്രാജിക് ആയിട്ടിരിക്കും അവിടെ. നമുക്ക് ആദ്യം റേസിനെ കുറിച്ച് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഷോക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട് മോട്ടോ GPയിൽ. ഇന്നത്തെ ഓർഹെ മാർട്ടിൻ എപ്രിലിയ പോവാന്ന് ഞാൻ പോവാ. അത് പുള്ളി ഡുക്കാറ്റിനോട് പിടങ്ങി പോയി. പുള്ളി എല്ലാവരും പണം അങ്ങനെ ഒരാളെ നമുക്കറിയാം, എല്ലാരുമായിട്ട് പിടങ്ങുന്ന ഒരാളെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്ന ഞാനും ഹോർഹെ ഒക്കെ ഒരേ തലത്തിലുള്ള ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പിണങ്ങും, പക്ഷെ പെർഫോമൻസ്. ഓ എടാ, ഓർഹെ പിണങ്ങിയാലും പെർഫോമൻസ് ഉണ്ട്. വരട്ടെ, എന്റെ സമയം വന്നിട്ട് ഞാൻ ലെവല് തിരിഞ്ഞു. ഹോർഹെ പിണങ്ങുന്നതിന് മുന്നേ പെർഫോമൻസ്, അത് കഴിഞ്ഞിട്ട് പിണങ്ങി. ഞാൻ പിണങ്ങും ഫസ്റ്റ്, പിന്നെ പെർഫോമൻസ്. ഒന്നുമില്ല. ഫ്രാൻസ് GP, ഫ്രഞ്ച് GP. സോണിവ പ്രാക്ടീസിനും അല്ലല്ല, ക്വാളിഫയേഴ്സ്. ഫാബിയോ ഓൾ ടൈം ലാപ്പ് റെക്കോർഡ്. മറ്റേ സിനിമയിലൊക്കെ നമ്മൾ കാണത്തില്ല, സിനിമയിലൊക്കെ നമ്മൾ കാണത്തില്ല ലാസ്റ്റ് മിനിറ്റ് ആ നാടിനെ രക്ഷിക്കാനായിട്ട് വരുന്ന നായകനെയൊക്കെ പോലെ. അതുപോലെ ഫാബിയോ വന്നിട്ട്. മാർക്കസ് ആണെങ്കിൽ ക്വാളിഫൈ അണ്ടർ ഡോഗോ ആ വണ്ടിയെ ട്രാക്ടർ. പക്ഷെ ഇപ്പൊ ഇച്ചിരി കൂടെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അല്ല, ക്വാളിഫൈ കഴിഞ്ഞപ്പം മാർക്കസ് ഗാരേജിൽ പോയപ്പം ഡിജിയും മറ്റേ അയാളുടെ പേര് ടാർഡോസിയും വന്നിട്ട് പറഞ്ഞു പുള്ളിയോട്, ഞങ്ങൾ വിചാരിച്ച് നീ ആ ചെയ്ത ഓൾ ടൈം എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല മാർക്കസിന്റെ ആയിരുന്നു ഓൾ ടൈം ലാപ്പ് റെക്കോർഡ് അന്നേ ദിവസം തന്നെ പുള്ളി ചെയ്തത്. അപ്പം പുള്ളി വിചാരിച്ച് ഈ റെക്കോർഡ് ആരും പൊട്ടിക്കില്ലെന്ന് വിചാരിച്ച്. അപ്പോഴാണ് എമയും കൊണ്ടുവച്ച് ഫാബിയോ ലാസ്റ്റ് ഇത് പൊട്ടിച്ചത്. അപ്പം മാർക്കസ് പറഞ്ഞു ഫാബിയോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫാബിയോ വന്നിട്ട് മാർക്കസിന്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും നേരം ഞാനിത് സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഒരു ലാപ്പിലൊക്കെ മറ്റേ ഫോർഡ് വെർസസ് ഫെറാറി സിനിമയ്ക്ക് തുറന്നില്ല പെർഫെക്റ്റ് ലാപ്പ് എന്നൊക്കെ പറയുന്നത്, അതായിരുന്നു വൻ കിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് തീരുവ. അതിന് മുന്നേ മാർക്കസ് വന്നിട്ട് ലാപ്പ് റെക്കോർഡ് ഇട്ടിട്ട് ഓൾ ടൈം ലാപ്പ് റെക്കോർഡ് ഇട്ടിട്ട് പോയി. അപ്പോൾ അതിനകത്ത് എവിടെയോ കേട്ടതാ തിരിച്ച് വന്നിട്ട്. അപ്പം അവരൊക്കെ പറഞ്ഞു, ഡിജിയൊക്കെ പറഞ്ഞിട്ട് മാർക്കസ് എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇറങ്ങേണ്ടിയൊന്നും വരത്തില്ല, അത്യാവശ്യം നല്ലൊരു ബേസാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ മാർക്കസ് പറഞ്ഞു ഇല്ല വെയിറ്റ് ഫാബിയോനെ നോക്കട്ടെന്ന്. അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഫാബിയോ സെറ്റ് ചെയ്തു. ഫാബിയോ ഓൾ ടൈം ലാപ്പ് റെക്കോർഡ് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത്. എത്ര 29.3 മാർക്കസ് 29.4 മാർക്കസ് 29.4 ലൈക്ക് 100th അത്ര എന്തോ ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. എന്നിട്ട് മാർക്കസ് ഒരു ട്രൈ കൂടെ നടത്തിയായിരുന്നു ലാസ്റ്റ് റണ്ണ്. പക്ഷെ തെറ്റിയാ പറഞ്ഞുതരാൻ ആളൊക്കെ നമുക്ക് തെറ്റിയാ നമ്മളെ
നമ്മുടെ സൂപ്പർ ഫാൻ ഉണ്ട്. അപ്പോൾ ക്വാളിഫയേഴ്സ് അങ്ങനെ ക്വാളിഫയേഴ്സ് അത് വേറെ ഫസ്റ്റ് പിന്നെ മാർക്കസ്. മാർക്കസ് സെക്കൻഡ്. ഫസ്റ്റ് റോയിൽ നിന്നാണ് അവർ രണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അലക്സ് ആയിരുന്നു അലക്സ് പിന്നെ ബെഗ്നായ ഫെർമിൻ അത് കഴിഞ്ഞിട്ടല്ലേ. ആണോ? സ്റ്റാൻഡിങ് പൊസിഷൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഫെർമിൻ അടിപൊളിയായിട്ട് കിഡുമായിട്ട് കയറി വരുന്നുണ്ട്. someone to look out for ഫെർമിൻ എൽഡിഗർ. എനിക്കൊരു പ്രഡിക്ഷൻ ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. വേണ്ട അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, ഒന്നും കഴിക്കേണ്ട. ബേസിക്കലി ഫെർമിനും അക്കോസ്റ്റയും തമ്മിൽ ചകട. അവർ രണ്ടുപേരും ഒരേ സ്ഥലത്തിനാ വരുന്നത്. അപ്പം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരേ സ്ഥലത്തിനായതുകൊണ്ട് അവർ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ. ബിക്കോസ് ആ സ്ഥലത്തിനുള്ള ഏറ്റവും കിടിലം ആവാൻ വേണ്ടി. അവര് Moto2 സമയത്തും അയ്യോ നമ്മള് മാർട്ടിന്റെ കാര്യം പറഞ്ഞില്ല. മാർട്ടിൻ ബേസിക്കലി മാർട്ടിന്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട്, ആദ്യത്തെ 6 റേസസ്. അപ്പൊ നമ്മുടെ എപ്പിസോഡ് 6ാമത്തെ ആണ്. 6 റേസ് ശരിയാ. ആദ്യത്തെ 6 റേസസ് ലെമാൻസ് വരെയുള്ള റേസില് അവര് പെർഫോമൻസ് എപ്രിലിയ ഫസ്റ്റ് ലൈക്ക് നല്ല പെർഫോം ചെയ്യുന്ന ബൈക്ക് അല്ലെങ്കിൽ അവന് സെക്കൻഡ് അടുത്ത 2026 വേറെ ആൾക്കാരുമായിട്ട് ഫ്രീ ആയിട്ട് പോയി സംസാരിക്കാം. ഓക്കെ. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുള്ളി തന്നെ പോയി വീണു, പിന്നെ മറ്റേ അപ്പം അങ്ങനെ ടെസ്റ്റിംഗ് പോയി. അപ്പം വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത് പുള്ളി റേസിന് വന്നിട്ട് വീണ്ടും വീണു, അതും പോയി. പിന്നെ നോക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും ലീസ്റ്റ് പെർഫോമിംഗ് ബൈക്കാണ് എപ്രിലിയ. ഒരു 2 സീസൺ മുന്നേ വരെ ഡുക്കാറ്റി കഴിഞ്ഞാൽ ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്തിരുന്ന എപ്രിലിയാണ്. ഈ സീസണിലെ വേഴ്സ്റ്റ് പെർഫോമിങ്. ആർക്കും ബെസയ്ക്ക് ബാക്കില് ഐഗുറ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവരുടെ ടോപ്പ് റൈഡർ ഐഗുറ റൂക്കി അവനാണ് ഇപ്പം പോയിന്റ് സ്റ്റാൻഡിങ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം എപ്രിലിയ ഭയങ്കര മോശം പെർഫോമൻസ്. അപ്പം ലെമാൻസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും വേണമെങ്കിൽ മാർട്ടിൻ ആ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാം, ലൈക്ക് വേറെ സംസാരം. പിന്നെ എസ്പെഷ്യലി ഇപ്പൊ അലേഷ് എസ്പ്രാർഗ്രോ ഹോണ്ടയിലോട്ട് പോയോണ്ട് അലേഷ് എസ്പ്രാർഗ്രോയും മാർട്ടിനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അവന് ഹോണ്ടയിലോട്ട് പോകാം. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അലേഷ് എസ്പ്രാർഗ്രോ ഒരു കിടിലം ബൈക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡറാണ്. കിടിലമാക്കിയതാ. ഇപ്പൊ ഹോണ്ടയിൽ പോയി ഹോണ്ട ഈസ് ഗെറ്റിംഗ് ബെറ്റർ. സാർക്കോയെ പറ്റി പറഞ്ഞില്ല, പാവം ജയിച്ച മനുഷ്യനെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. അത് പറയാം, തീർക്കട്ടെ. ഡ്രാമയാടാ സത്യം. സീരിയലൊക്കെ കാണുന്ന പോലെ ഇനി എന്ത് ഇവിടെ ഇരുന്ന് കുറ്റം പറയാം. എന്നിട്ട് പക്ഷേ എപ്രിലിയ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രിലിയ പറഞ്ഞു ഈ കോൺട്രാക്ട് അടുത്ത വർഷത്തെ കോൺട്രാക്ട് ഇപ്പൊ തന്നെ സൈൻ ചെയ്യണം. മാർട്ടിന് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് സൈൻ ചെയ്തേ. അത് മാർട്ടിൻ അത് മാർട്ടിനാണെങ്കിൽ മാർട്ടിനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കുന്ന ഹോണ്ട ഉണ്ട് ഇപ്പൊ. ഹോണ്ട എല്ലാ റൈഡറിനെയും ചാക്കിട്ട് പിടിക്കാൻ നോക്കാം. ഹോണ്ട അക്കോസ്റ്റ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ റൂമറാണ്. കാരണം അക്കോസ്റ്റേന് നമ്മുടെ റോസി അഷർ പേഴ്സണലി വിളിച്ച് സംസാരിച്ചു. ഞാൻ ഒരു ഡുക്കാറ്റി തരാൻ കേട്ടോ. കാരണം അക്കോസ്റ്റയ്ക്ക് ഡുക്കാറ്റി വേണം ഇപ്പോൾ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായി. ഹോണ്ട അക്കോസ്റ്റയെ പിടിക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ അവന് ഡുക്കാറ്റി വേണമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് റോസിയുടെ റാഞ്ചി പോയി ഇവരൊരു പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. റോസി റാഞ്ചി വെച്ച് VR46 ഒരു 2025 ബൈക്ക് ഉണ്ട്. ഡിജിന തട്ടുമായിരിക്കും, പാവം അറിയില്ല. ഡിജിനിയും പിന്നെ വേറെ ആരോ മോർബിനെ എന്തായാലും തട്ടും. അല്ല മോർബിക്ക് ഈ വർഷം മാത്രമേ കോൺട്രാക്ട് ഉള്ളൂ, അവനെ എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം മോർബി അത്യാവശ്യം മോർബി കഴിഞ്ഞ ദിവസം വീണു. ബട്ട് മോർബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ശിഷ്യന് വാർണിംഗ് ഉണ്ട് ആണല്ലേ. കാര്യം നീ എന്റെ ശിഷ്യനെ അല്ല, ആക്ച്വലി ശിഷ്യൻ വീഴാത്ത എല്ലാ റേസിലും നല്ല ഇതുണ്ട്. അതും 24 ബൈക്ക് വെച്ചിട്ട്. അപ്പം മാർട്ടിന്റെ കേസ് ജിനന്റോലി ആണോ 25? അറിയില്ല. 25 യൂസ് ചെയ്യുന്ന ജിനന്റോലി അല്ല, ഞാൻ ഉദ്ദേശിച്ചത് തട്ടാൻ പോകുന്നത്. അല്ലല്ല, ജിനൻ അവൻ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ലൈക്ക് യു നെവർ നോ. അപ്പം ഇപ്പൊ ആക്ച്വലി ഈ സംഭവത്തിൽ നമുക്ക് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്ത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലെമാൻസിൽ ആക്ച്വലി മാർട്ടിൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പുറത്തൊന്നും ഇറങ്ങിയില്ല. ഫുൾ മീറ്റിംഗ്സ് വിത്ത് എപ്രിലിയ. അതിനിടയ്ക്കാണ് ഈ ഡിസ്കഷൻ നടന്നത്. അപ്പോഴാണ് എപ്രിലിയ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഓട്ടോഗ്രാഫ് ഒന്ന് ഇട്ട് തരുമെന്ന് ചോദിച്ചു. ഇതെന്തിന്? അപ്പോഴാണ് മനസ്സിലായി 2026 നൈസായിട്ട് ഇടിച്ച് കയറ്റാൻ നോക്കിയാണ്. അപ്പം ജഗടയായി, ഇപ്പോൾ സീനായി.
അപ്പോൾ അതിൻ്റെ കൂടെ അലിസ് എസ്പർഗാരോ ഉണ്ടല്ലോ, പുള്ളി അതെ നൈസായിട്ട് ഞാൻ ഇപ്പോൾ ഏപ്രിലിൽ ഇല്ലല്ലോ. അയാൾ കാരണമാണ് ഇവൻ ഏപ്രിലിൽ പോയത്. അയാളാണ് ഇപ്പോൾ ഹോണ്ടേ കൊണ്ടുവന്ന്. പക്ഷെ ആക്ച്വലി മാർട്ടിൻ പറഞ്ഞു ആ ക്ലോസിൽ ഇപ്പൊ പുള്ളി ഓടിച്ചില്ലല്ലോ പ്രോപ്പറായിട്ട്, ഇനി ടെസ്റ്റ് ചെയ്തിട്ട് ആ ക്ലോസ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത ഒരു 6 റേസ് അവന് ബൈക്ക് ടെസ്റ്റ് ചെയ്യണം. അത് ഏപ്രിലേ പറഞ്ഞു ഇല്ല നീ അടുത്ത വർഷം സൈൻ ചെയ്തിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ, പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിങ്ങനെ അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഇന്നലെ തൊട്ടുള്ള ഒരു ഷോക്കിംഗ് അതെ ഫ്രം ദ വേൾഡ് ഓഫ് മോട്ടോ ജിപി. ഇനി നമുക്ക് റേസിലോട്ട് വരാം. ബാക്ക് ടു റേസ്. സ്പ്രിന്റ് ഡ്രൈ റേസ് ആയിരുന്നു. മാർക്ക് ജയിച്ചു. ഫസ്റ്റ് സെക്കൻഡ് നമ്മുടെ അലക്സ് മാർക്കസ്. മൂന്നാമത് ഫെർമിന്റെ ബെസ്റ്റ് വീക്കൻഡ്. സത്യം, ശരി. പുള്ളി 20 വയസ്സേ ഉള്ളൂ, റുക്കി. ഗ്രസീനി ഡുക്കാറ്റി. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും സക്സസ്ഫുൾ സാറ്റലൈറ്റ് ടീം ഗ്രസീനിയാണ്. ഏറ്റവും സക്സസ്ഫുൾ ബൈക്ക് 24 GP ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുള്ളവന്മാരെല്ലാം അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. ആരെയോ പറക്കുന്നു. 25 GP. അതിപ്പോൾ ഞാൻ എന്ത് പറയാൻ, വാനിയയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല. എപ്പോഴോ എനിക്കും മനസ്സിലാവുന്നില്ല ആശാൻ ഇതിൻ്റെ കണക്ഷൻ എവിടെയാണെന്നൊക്കെ. വാനിയ ഇതുവരെ സെറ്റായിട്ടില്ല. വേറൊരു സംഭവമുണ്ട്. ഈ മാർക്കസ് ഇറങ്ങിയത് പുതിയ ഷാസി വെച്ചിട്ടാണ്. കാരണം ലാസ്റ്റ് ടെസ്റ്റിംഗ് നടന്നായിരുന്നല്ലോ ഹെറത്ത് കഴിഞ്ഞിട്ട്. അപ്പം ആ ടെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം മാർക്കസ് അടുത്ത ഷാസി ടെസ്റ്റ് ചെയ്തു. ആ ഷാസി കൊണ്ടാണ് ഈ റേസിൽ ഇറങ്ങിയത്. പക്ഷേ ബാനിയയ്ക്ക് അതിനുള്ള സമയം കിട്ടില്ല, പുള്ളി ഫീല് കിട്ടുന്നില്ലല്ലോ. അപ്പം അത് ഇതുവരെ റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഷാസി ഒന്നും ഇല്ലായിരുന്നു. കാർലോസ് പറഞ്ഞിരിക്കുന്ന ബെഗ്നായ്ക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും എന്നാണ്. കാരണം പുള്ളി ബാനിയായ പോയി അങ്ങനെ പറയലടാ. അല്ല പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അല്ല ബേസിക്കലി എന്താ ബെഗ്നായ്ക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. പുള്ളി ഭയങ്കര മെന്റലി ഭയങ്കര ഫസ്റ്റ് റേസ് പുള്ളി വീണത് കോൾ ടയർ കാരണമായിരുന്നു. തേർഡ് ലാപ്പിൽ, അതായത് സ്പ്രിന്റിൽ. സെക്കൻഡ് റേസിൽ പുള്ളിയുടെ പോലും പ്രശ്നത്തിനല്ല പുള്ളി വീണത്, പുള്ളിയുടെ പഴയ ടീമേറ്റ് ഇടിച്ചിട്ട് ബീസ്റ്റി. ശരിയാ. അത് ആ ക്രാഷിന്റെ ഇടയിൽ പെട്ടതാണ് സാർക്കോ. അതിൽ വീഴാതെ വന്നത് കൊണ്ട് അതെ സാർക്കോ ആ ക്രാഷ് പെട്ടു, എന്നിട്ട് ഗ്രാവലിനകത്തൂടെ കയറി പോയി. ആ റേസാണ് ഇതുപോലെ ട്രാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജിക് അല്ല, ഭയങ്കര കെയോസ് ആയിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യം അവർ നിൽക്കുമ്പോൾ ഡാർക്ക് ക്ലൗഡ്സ്, എല്ലാവരും ഡ്രൈ ടയർ ഇട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും അവിടെ വന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അപ്പം അവര് മറ്റേ സൈറ്റിംഗ് ലാപ്പ് കഴിഞ്ഞ ഉടനെ എല്ലാവരും വന്ന് പിറ്റിലോട്ട് കയറി. എല്ലാവരും ഇല്ല, 11 റൈഡേഴ്സ് പിറ്റി കൂടുതൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് ഫ്ലാഗ്. അതിൽ കുറവാണെങ്കിൽ അവർ പിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യണം കയറുന്ന റേസ്. 10 കൂടുതൽ ഉണ്ടായിരുന്നു, 11 പേരെന്തോ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവർ റെയിൻ ടയർ ഇട്ടു. ഇപ്പോഴും കയറാത്ത ഒരാളുണ്ട്. ജാക്ക് മില്ലർ ആണോ? പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും എന്തിനാ പോന്നെ. ആക്ച്വലി ബാനിയായും കയറിയില്ല. അപ്പോ ഈ പ്രാവശ്യം എന്നെ ചതിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം മാർക്കസിന്റെ പുറകിൽ ഓടിയതാ. അപ്പൊ ബാനിയ ഒക്കെ റെയിൻ ടയർ ഇട്ട് ഇവിടെ നിന്നു. അല്ല, അവരെല്ലാം ആദ്യമേ കയറി, എന്നിട്ട് രണ്ടാമത് റെയിൻ ടയർ ഇട്ട് എല്ലാവരും വന്നു. അപ്പൊ അതിനകത്ത് ബാനിയ ഉണ്ടായിരുന്നു. അടുത്തൊരു സൈറ്റിൽ കൂടെ പോയി. അപ്പുറത്തേക്ക് വീണ്ടും കുറെ റൈഡേഴ്സ് അകത്തോട്ട് കയറി. അപ്പുറത്തേക്ക് ഡ്രൈ ആയി. അപ്പുറത്തേക്ക് കയറിയവരെല്ലാം മാർക്കസ് ഒക്കെ അതിനകത്ത് കയറി, അലക്സും ഒക്കെ. എന്നിട്ട് സ്ലിക്സ് ഇട്ടിറങ്ങി. ഇല്ല നമ്മൾ പറഞ്ഞത് ആദ്യം എല്ലാരും വെറ്റിട്ട് ഇറങ്ങി, എന്നിട്ട് ഡ്രൈ ആയ സൈറ്റിംഗ് ലാപ്പ് കഴിഞ്ഞപ്പോൾ ഡ്രൈയിലോട്ട് ഇറങ്ങി, ഡ്രൈ ബൈക്കായിട്ട് ഇറങ്ങി. എന്നിട്ട് അതിട്ട് ഓടിച്ചപ്പോഴത്തേക്ക് വീണ്ടും സൈറ്റിംഗ് ലാപ്പ് പോയപ്പോഴത്തേക്ക് വീണ്ടും വെറ്റ്. അങ്ങനെയാ സംഭവം നമ്മൾ പറഞ്ഞത്. എന്നിട്ട് പുതിയ റൂൾ അപ്ലൈ ചെയ്തു അവർ മോട്ടോ ജിപ്പിയില്. കാരണം മാർക്കസ് അമേരിക്കയിലെ റേസില് ആരെങ്കിലും സൈറ്റിംഗ് ലാപ്പ് കഴിഞ്ഞ് സ്റ്റാർട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പാഡോക്കിന് സ്റ്റാർട്ട് ചെയ്യണം, പ്ലസ് 2 ലോങ് ലാപ്പ് പെനാൽറ്റി. അല്ലല്ല, പാഡോക്കിന് സ്റ്റാർട്ട് ചെയ്യണ്ട, വാമപ്പിന് പാഡോക്കിന് സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്യുമ്പോഴത്തേക്കും 2 ലോങ് ലാപ്പ് പെനാൽറ്റി എല്ലാവരും എടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരുമാതിരി F1 പോലെ ആയിരുന്നു. മറ്റേ ഇതിൻ്റെ അകത്ത് കയറുന്നു, അപ്പൊ ഫ്രണ്ടിൽ പോകുന്നു, ബാക്കി പോകുന്നു, ഫ്രണ്ടിൽ കയറുന്നു. അങ്ങനെ റേസ് ഓടി. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ സ്ലിക്ക് ഇട്ടിട്ട് കുറേ പേര്, അതായത് ഫാബിയോ ഒക്കെ സ്ലിക്കായിരുന്നു, മാർക്കസ് സ്ലിക്കായിരുന്നു. അവർ കുറേ ഇത് കഴിഞ്ഞു. അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും ഇതാക്കി, റെയിൻ ടയർ ആക്കി. ഇപ്പം പെക്കോ ആദ്യമേ റെയിൻ ടയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണായിരുന്നല്ലോ, ബീസ്റ്റി ഇടിച്ചിട്ടല്ലോ.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വണ്ടി മാറ്റിയ സമയത്ത് പിന്നെ പോയി പുള്ളി സ്ലിക്ക് ഇട്ട്. പക്ഷെ ആ പുള്ളി അന്നേരം സ്ലിക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടെ പോയിന്റ് ഇത് കയറിയാൽ. അതെ അതെ അതെ, അത് റേസിലും പറയുന്നുണ്ടായിരുന്നു. ആ പുള്ളി വീണിട്ട് 35 സെക്കൻഡ്സ് ക്രൂ ആക്ച്വലി മീൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ 20 സെക്കൻഡ്സ് വീണ്ടും വൈകി. പുള്ളിയുടെ ടയറൊക്കെ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ വീണ്ടും സമയം പോയി. എന്നിട്ട് പുള്ളി അവസാനം പോയിന്റ്സ് ഒന്നും കിട്ടിയില്ല. പക്ഷെ റേസ് ഫിനിഷ് ചെയ്തു. റെയിൻ ടയറിൽ നിന്ന് മാറി വീണ്ടും സ്ലിക്കായി പിന്നെയും പോയി റെയിൻ ടയറൊക്കെ ആയിട്ട് അവസാനം വാനിയ ഫിനിഷ് ചെയ്തു 16th എന്ന് തോന്നുന്നു. 16th പൊസിഷൻ. ഇടിച്ചിട്ട് ബീസ്റ്റ് ഇല്ലേ അയാൾ 13 ഫിനിഷ് ചെയ്തു. 13th പൊസിഷന് ഫിനിഷ് ചെയ്തു പുള്ളി. അല്ല ഇപ്പം സാർക്കോ ജയിച്ചില്ലേ, അത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക് വിന്നാണ്. ഫാബിയോ ചെയ്യും എന്ന് വിചാരിച്ചത് സാർക്കോ ചെയ്തു. കാരണം 1954 ലാസ്റ്റ് ആയിട്ട് ലെമാൻസിൽ ഒരു ഫ്രഞ്ച് റൈഡർ തന്നെ ജയിക്കുന്നത്. ഫാബിയോ ആ 2 ഫ്രഞ്ച് ആൾക്കാരേ ഉള്ളൂ, സാർക്കോയും ക്വാട്രോറോയും. അതില് ക്വാട്രോറോ അടിപൊളി വീക്കെൻഡ് ആയിരുന്നു. പക്ഷേ അത്രയും നേരം കാരണം സ്പ്രിന്റിൽ തന്നെ പുള്ളിനെ ആ ലാക്ക് ഓഫ് പവർ നമുക്ക് ഫേമിന്റെ കൂടെ പിടിച്ചു, അലക്സിന്റെ കൂടെ പിടിച്ചു, മാർക്കസിന്റെ കൂടെ ലൈക്ക് എത്രാമത്തെ ലാപ്പിലായിരുന്നു മാർക്കസിന്റെ കൂടെ 6th ലാപ്പില് ഒരു അടിപൊളി ഓവർടേക്ക് ഉണ്ടായിരുന്നു പുള്ളിന്റെ. എന്ന് വെച്ചാൽ മാർക്കസ് കേറിയിട്ട് പുള്ളി സ്ക്വയർ ചെയ്ത് മാർക്കസിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡുക്കാറ്റിയുടെ പവർ കാരണം വീണ്ടും ഫെർമിനുമായിട്ട് നല്ലൊരു ബാറ്റിൽ അവർ തമ്മിൽ കോണ്ടാക്ട് വന്നു. പക്ഷെ ആകെ മാർക്കസിന് ഇപ്പം പറയുന്നത് ക്വാട്രോറോയുടെ ഭയങ്കര എസ്പെഷ്യലി ക്വാട്രോറോ ക്വാളിഫൈങ് ഭയങ്കര കിടുവായിരുന്നു പണ്ട്. അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഇപ്പം വീണ്ടും പിരിച്ച് അതേപോലെ ആയിട്ടുണ്ട്. ഇപ്പൊ 2 കൺസിസ്റ്റന്റ് പോൾ പൊസിഷൻ. ആക്ച്വലി ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഞാൻ പറയാം. അവരുടെ ആ ഒരു പവറിന്റെ ഇഷ്യൂ, അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് മെയിൻ റേസിന് ഇപ്പം പറഞ്ഞത് സ്പ്രിന്റിന്റെ സ്പ്രിന്റിനകത്ത് ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്ത് 4th വന്നു. മെയിൻ റേസിനകത്ത് വന്നിട്ട് പുള്ളി ക്രാഷായി. പുള്ളിയാണ് ആദ്യം ബെറ്റിൽ ക്രാഷ് ആയത്. അത് പുള്ളി ലൈക്ക് അവിടുത്തെ അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേൺ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവിടെ നിന്ന് 2 മീറ്റർ മാറിയാണ് റേസിംഗ് ലൈൻ. അപ്പൊ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാർഷൽസിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വണ്ടി, പക്ഷെ പുള്ളി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഇത്രയും അടിപൊളി വീക്കെൻഡിൽ ഹോം റേസ് ഒരു പോഡിയം പൊസിഷൻ കിട്ടും എന്ന് വിചാരിച്ചു. എന്നിട്ട് പുള്ളി സ്വെയർ ചെയ്തിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ പോയത്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആക്ച്വലി അവിടെ പോയിരുന്ന് സൈഡിൽ ഇരിക്കുമായിരുന്നു. ലൈക്ക് ലിറ്ററലി പുള്ളി അവിടെ പോയി സൈഡിൽ ഇരിക്കുവായിരുന്നു. കരഞ്ഞു തോന്നുന്നു. പക്ഷെ ആരായാലും ഭയങ്കര അടുത്ത ഗുണം അപ്പൊ അതായിരുന്നു ഫാബിയോ. പക്ഷെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് യമഹ ഈസ് ബാക്ക് ഫൈറ്റിംഗ് ഫോർ പൊസിഷൻസ്, ലൈക്ക് ടോപ്പ് പൊസിഷൻസ്. ഒരു ഡുക്കാറ്റി മാത്രം എന്നുള്ളവർ മാറിയിട്ട് അറ്റ്ലീസ്റ്റ് വേറെ ബൈക്സ് ഒക്കെ ടോപ്പിൽ വന്നേ. അതേപോലെ ഡുക്കാറ്റിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള 22 റേസ് വിൻസ് അത് ബ്രേക്ക് ആയി. സാർക്കോ അതും ഹോണ്ടയാണ് ബ്രേക്ക് ചെയ്തത്, ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ സാർക്കോന്റെ ഇത് ലൈക്ക് എവരി വൺ സേസ് ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ മഴയായി. സാർക്കോ അതൊന്നും അല്ല, മാർക്കസ് തന്നെ വന്നിട്ട് പറഞ്ഞു ആ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ റേസ് സാർക്കോ വാസ് പുഷിങ്. പുള്ളിയുടെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അത് മാർക്കസിനെയാണ് പുള്ളി ഗ്യാപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. 18 സെക്കൻഡ്സ് 19 സെക്കൻഡ്സ് ആയി 21 ആയി പിന്നെ 20 ആയി. അത്രയും ഗ്യാപ്പ്. കാരണം സാർക്കോ വീണ്ടും പുഷ്. അപ്പം LCRന്റെ ടീം പ്രിൻസിപ്പള് ലൂയിച്ചി അങ്ങനെ അങ്ങോട്ടോ പേര്, പുള്ളി വന്നിട്ട് സാർക്കോന്റെ അടുത്ത് ഇനി പുഷ് ചെയ്യണ്ടാന്നിരിക്കാൻ വേണ്ടി കാണിക്കാനായിട്ട് ബോർഡിൽ അവിടെ വന്നിട്ട് P1 ആണ് ബോർഡിൽ, മറ്റേ പൊസിഷനും ഗ്യാപ്പും കാണിക്കുമല്ലോ ബിഹൈൻഡ്. P1 ആണ് 20 സെക്കൻഡ്സ് ഫ്രണ്ടിലാണെന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. പുള്ളി വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാന്നേ. ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു റേസറാണ്. ഏറ്റവും ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ്. ഏതോ ഒരു കമന്റേറ്റർ പറഞ്ഞിട്ടേ പുള്ളി എവിടേക്കോ പോകും, ബൈക്കൊക്കെ ഓടിച്ചാ പോകുന്നതെന്ന്. എനിക്കറിയത്തില്ല വേറെ ഒരു റേസർ അങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചു. പുള്ളിയുടെ അച്ഛനമ്മ ആദ്യം റേസ് കാണാൻ വന്നത്. പുള്ളി 2 പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ടൈം ഫസ്റ്റ് പ്രമാക്കിന്റെ കൂടെ വെച്ചിട്ട് പുള്ളിയുടെ ജയിച്ചു കഴിയുമ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ, പുള്ളിയുടെ ഒരു ബാക്ക് ഫ്ലിപ്പ് ഉണ്ട്. പുള്ളി ബ്ലാക്ക് ഫ്ലിപ്പ് ചെയ്യും നൈസായിട്ട് എല്ലാവരും ഫ്രണ്ട്. പുള്ളി ഞാൻ വിചാരിച്ചു മഴയത്ത് തെന്നി പോകുന്നില്ല പുള്ളി ചെയ്തത്. ഞാനും അത് വിചാരിച്ചു കേട്ടോ. പുള്ളി ഇങ്ങനെ ബാക്ക് ഫ്ലിപ്പ്, നമ്മളെയൊക്കെ ടെൻഷന് ദുരന്തം കാല് തെന്നുമായിരിക്കുമോ. കമന്റേറ്റേഴ്സ് പറഞ്ഞു വീഴുമോ. അല്ല നിനക്കറിയാലോ ഇവന്റെ റേസിംഗ് ബൂട്ട് ഇട്ടിട്ട് നടക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ സ്ലിപ്പാവും. അതുകൊണ്ടാണ്
പുള്ളി അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ മാർക്കസ് പറഞ്ഞ ഞാൻ ഭയങ്കര അണ്ടർ റേറ്റഡ് റൈഡറാണ്, അൺലക്കി റൈഡറാണ്. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പുഷ് ചെയ്ത് തുടങ്ങി. പക്ഷെ അന്നേരം അതിനനുസരിച്ച് സാർക്കോ വീണ്ടും പുഷ് ചെയ്യുക. അപ്പോൾ അവന് കാണാമല്ലോ ബോർഡിനകത്ത് കാണിക്കുന്നത്. അപ്പം അതിനുശേഷം മാർക്കസ് കഴിഞ്ഞ റേസോടെ ഈ ഭയങ്കര മെച്ചുവറായി ഇതിനകത്ത് കേട്ടോ. പുള്ളി പറഞ്ഞു Actually, നമ്മൾ ഈ speed വരുമ്പോ board ലുള്ളത് നമുക്ക് കാണുമോ? അവർ പറ്റും. I've always wondered that. വിഷൻ ഭയങ്കര കിടുക കറക്റ്റ്. അല്ല നമ്മള് സൈഡിൽ വരുമ്പോ നമുക്ക് കാണാമല്ലോ ടോപ്പ് ഞാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. യെസ്, ചെറിയൊരു പെരിഫറൽ വിഷൻ അങ്ങോട്ട് നോക്കുന്നില്ലെങ്കിൽ പോലും കാണാൻ പറ്റും. ഞാനത് ലാസ്റ്റ് ടൈം ടോപ്പ് വീല് പോയപ്പോഴത്തേക്കും എബിൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണുക. പുള്ളി ഞാൻ ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് ആലോചിക്കാം, കൈ കൊടുക്കാനാണോ സ്ലോ ഡൗൺ ചെയ്യാനാണോ എന്താണ് സംഭവം എന്ന് ഞാനിങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിക്കും. അല്ല അപ്പം അത് കാണാൻ പറ്റും ആക്ച്വലി. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാർക്കോയുടെ വിൻ അത് ഫാൻസിനാണെങ്കിലും 71 years കഴിഞ്ഞിട്ട് ബ്രേക്ക് റെക്കോർഡ്. അയാളും ഇമോഷണലായി, അവരുടെ അച്ഛനും അമ്മയൊക്കെ കണക്കൊക്കെ ഇതിനു വേണ്ടി കുത്തിയിരുന്ന് പഠിച്ച് 2005 - 1954 അതൊക്കെ നോക്കി ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് കണക്ക് കൂട്ടാ ഫോണിൽ ഇരുന്ന്. എത്ര വർഷം ഇത് പറയാൻ വേണ്ടിയാണ് പുള്ളി ആദ്യം തൊട്ടേ നോക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ സാർക്കോയുടെ സംഭവം അതായിരുന്നു. പിന്നെ ഫെർമിനോ ആൽഡിഗർ 2 റേസിലും തേർഡ് വന്നു, അവനും ഭയങ്കര ഹാപ്പി. നമ്മൾ നോക്കും. ചാമ്പ്യൻഷിപ്പ് മാർക്കസ് സെക്കൻഡാണ് വന്നെങ്കിലും ചാമ്പ്യൻഷിപ്പ് ലീഡ് ഇപ്പം 22 points അങ്ങനെ എന്തോ ആയി. കാരണം അലക്സ് മാർക്കസ് ക്രാഷായി. ആക്ച്വലി ചറപറ ക്രാഷ് ആയിരുന്നു, ഇഷ്ടംപോലെ ക്രാഷ്. അതാ വെതർ കണ്ടപ്പോഴും ജാക്ക് മില്ലറിനെ ഇടയ്ക്ക് വെച്ചിട്ട് കാണാതായി. പുള്ളി നിർത്തിപ്പോയി. ഇല്ലല്ല ക്രാഷ് ആയതാണോ? അല്ല അവിടെ എല്ലാവരും കഴിയും. ജാക്ക് മില്ലർ ഇവിടെ പോയി. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരുന്നത്. പുള്ളി നന്നായിട്ട് കാരണം ബെറ്റിൽ ജാക്ക് മില്ലർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഞാൻ നോക്കിയപ്പം ജാക്ക് മില്ലർ കറക്റ്റ് ടയർ. അപ്പോൾ ഇടയ്ക്ക് കമന്റേറ്റേഴ്സ് പറയുന്നുണ്ട് ജാക്ക് റെയിൻ ടയറിൽ ഇറങ്ങിയേക്കുന്നത് കണ്ടീഷന് പറ്റിയ ടയർ, അവൻ എന്തായാലും സൂക്ഷിക്കണം. കുറച്ച് ഞാൻ പറഞ്ഞു ജാക്ക് മില്ലർ എന്ത് പുള്ളി പോയി. ഞാൻ ഇല്ല, എനിക്ക് മഴ മുടി പറഞ്ഞിട്ടുണ്ട് മഴ പനി പിടിക്കുന്നു. പക്ഷെ പുള്ളി ഇപ്പം യമഹയ്ക്ക് വലിയ കാര്യമാണ് സത്യത്തിൽ പുള്ളി. കാരണം പുള്ളിയാണ് ഫാബിയോ കഴിഞ്ഞ അടുത്ത പുള്ളിയാ. ആക്ച്വലി പുള്ളി കിടിലൻ റൈഡറാണ്, നൈസ് റൈഡറാണ്, നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള. ആക്ച്വലി നമ്മൾ എപ്പോഴെങ്കിലും ഫേമസ് ആയാലേ എനിക്ക് ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാള്. സത്യം എല്ലാം സെറ്റാണ് പുള്ളി, എല്ലാം പറഞ്ഞു. ഞാൻ പോരാ, ഓസ്ട്രേലിയയിൽ ഏതൊരു ഫാമിലിയാ താമസിക്കുന്നത് അതെനിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി ആക്ച്വലി ന്യൂസിലൻഡിലെ ഫാമിലി ഉണ്ട് ആണല്ലേ. പുള്ളിന്റെ പകുതി ഫാമിലി ന്യൂസിലൻഡ്. നമ്മൾ ഈ കളിയാക്കും ജാക്ക് മില്ലർ കാണും ജാക്കണ്ണാ. ഞാൻ ജാക്ക് മില്ലർ ഫാനാണ്. ജാക്ക് മില്ലറിന്റെ മഴയത്തുള്ള ടോപ്പ് റാക്ക് വരുന്നതിന് തന്നെ ഏറ്റവും കിട്ടുന്ന സ്റ്റോപ്പീസ് ഞാൻ കണ്ടിട്ടുള്ളത് ജാക്ക് മില്ലർ റൈഡിങ് അല്ല, ജാക്ക് മില്ലറിന്റെ ആറ്റിറ്റ്യൂഡ് അതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ഇപ്പോഴും മറ്റേ ഡയലോഗാണ് എന്റെ മനസ്സിൽ കൂടെ പോകുന്നത്. യു ക്യാൻ അത് ഞാൻ പറയും നമ്മുടെ നോട്ട് ഫോർ കിഡ്സ് ചാനലാണ്. യു ക്യാൻ ഓൺലി പിസ് വിത്ത് എ ഡിക്ക് യു ഹാവ്. മറ്റേ എമഹേരെ പുതിയ അല്ല എമഹേരെ എഞ്ചിൻ എങ്ങനെയാണത്? യു ക്യാൻ ഓൺലി പിസ് വിത്ത് എ ഡിക്ക് യു ഹാവ്. അപ്പോൾ എല്ലാവരും നമുക്ക് ജാക്ക് മില്ലറിനെ വെച്ച് we need to have a press conference with Jack Miller and some Aussie journalists. അതായിരുന്നു അവര് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ മോട്ടോ ജിപിയിൽ ഈ കളിയൊക്കെ നടക്കുള്ളൂ. F1 പോയ കഴിഞ്ഞാൽ മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പള് പോലെ F-word യൂസേജ് ഫൈൻ പിടിച്ചോ. അപ്പൊ തന്നെ വെർസ്റ്റാപ്പൻ ആണെങ്കിൽ മറ്റേ ഇപ്പം മറ്റേ ഇത് ചെയ്യുവാന്നൊക്കെ കേട്ടെ പറ്റുബുക്ക് കൊണ്ടുവച്ച് എന്നിട്ട് പോയിരുന്നു പറയും. ഇതുകൂടെ ചേർത്ത് അല്ലല്ല പ്രസ് കോൺഫറൻസിലും പറഞ്ഞ പ്രശ്നം എല്ലാം സീനാണ്. അതൊരുമാതിരി അത് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ആയ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്. US-ലൊക്കെ ഭയങ്കര ഇതാ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അറിയില്ല. ഇവിടെ മറ്റേ 3 പേരെ മറ്റേ അതില് മറ്റേ റേസ് കഴിഞ്ഞിട്ട് റേസസിനെ മറ്റേ ബൈക്ക് റേസേഴ്സ് മോട്ടോ ജിപ്പിന്റെ എല്ലാരും ആംഗലേയത്തിൽ ഇച്ചിരി വീക്കല്ലേ. ശരിയാ. പക്ഷെ അതിലൊന്നും കാര്യം ജാക്ക് മില്ലർ ഓസ്ട്രേലിയ. ജാക്ക് മില്ലർ അതെ അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും F1 കിട്ടില്ല മോട്ടോ ജിപി എടുക്കാം. റേസ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം അതെ അതെ. ഇപ്പം പോള് വരുന്നവനല്ല ഫസ്റ്റ് വരുന്നത്. മഴ വന്നു ഓവർടേക്ക്. അതെ അതെ അതെ. ഇത് പക്ഷേ ഇത് നമ്മൾ പറഞ്ഞോണെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ പറഞ്ഞോണ്ടിരിക്കാം. പക്ഷെ നമ്മുടെ വീഡിയോ ഒന്ന് 15 മിനിറ്റ് ആരും കാണുമെന്ന് തോന്നത്തില്ല. ഇനിയൊന്നുമില്ല. ചാമ്പ്യൻഷിപ്പ് സ്റ്റാൻഡിങ് മാർക്കസ് ലീഡിങ് ആണ്. മാർക്കസ് പറഞ്ഞു കഴിഞ്ഞ ഹെരത്തി വീണതുകൊണ്ട് ഞാൻ ഒരു പാഠം പഠിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇന്ന് വീണേനെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു 80% ചാൻസ് ഉണ്ടായിരുന്നു വീഴാൻ. അത്ര
ട്രിക്കി കണ്ടീഷൻ ആയിരുന്നു. ഞാൻ ആലോചിക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ. എനിക്ക് ഈ ട്രിക്കി ഒരു സംഭവം ഉണ്ട്, പെഡ്രോ ലാസ്റ്റ് ലാപ്പിലെ ലാസ്റ്റ് ക്വാർട്ടറിൽ പോയി വീട് റേസ് കംപ്ലീറ്റ് ചെയ്തില്ല. അത് സ്പ്രിന്റിലായിരുന്നു. സ്പ്രിന്റില് വിന്യാലസ് ഫോളോ ചെയ്യുന്നുണ്ട്. വിന്യാലസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇപ്പം കാര്യമാണ്, കൺസിസ്റ്റന്റ് ആയി വരുന്നുണ്ട്. അപ്പം ആക്ച്വലി അങ്ങനെ പറഞ്ഞ എന്നാലും ഒരു രസം. അതെ അതെ അതെ. ആൻഡ് വിന്യാലസിന്റെ സെറ്റപ്പ് ആണ് ഇപ്പോൾ ബാക്കിയുള്ള ടോപ്പ് കെ ടീംസ് മീൻസ് പെഡ്രോയും ബ്രാഡ് ബിൻഡറും യൂസ് ചെയ്യുന്നത്. ബീസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല. ബ്രാഡ് ബിൻഡർ ബീസ്റ്റ് ടോണിക്ക് വെച്ച് അവിടെ ഉണ്ടായിരുന്നു. ടോണിക് ഉണ്ടായിരുന്നു, അറിയത്തില്ല ഇപ്പൊ അത് കേട്ട് ജിൻ ആൻഡ് ടോണിക്. പുള്ളി എവിടെ എടാ ലൂക്ക മറീനി എവിടെ? പുള്ളി എന്ത് പറ്റി എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും പറഞ്ഞില്ല. ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. അങ്ങനെ എന്തോ ഒരു ആ പുള്ളി ഉണ്ട് അവിടെ. അയ്യോ ലോറൻസോ ഫിഫ്ത്ത് ഫോളോ ഇടുന്നതിന് അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞ റേസില് സാർക്കോ, മെയിൻ റേസ് സാക്കോ ഫസ്റ്റ്, സെക്കൻഡ് മാർക്കസ്, തേർഡ് ഫെർമിൻ അൽഡിഗർ. കാരണം ഇത്തവണ ഭയങ്കര ഡ്രാമയായിരുന്നു, റേസിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഫോർത്ത് ആ ഇല്ല ഇടയിലേറി. കാരണം എന്താ വെച്ചാൽ കുറെ ഒരു ടയർ ചേഞ്ചിങ്ങിലൊക്കെ പോയി. ലോങ് ലാപ്പ് ഒക്കെ വന്ന സമയത്ത് എവിടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അഞ്ചാമത് നിൽക്കുന്നവരൊക്കെ സത്യത്തിൽ ഫസ്റ്റ് വന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സാർക്കോ ഇടയ്ക്ക് ഫസ്റ്റ് വന്നു. മാർക്കസ് ഇതിനിടയ്ക്ക് 2 റൗണ്ട് ഒക്കെ അടിച്ചിട്ടല്ലോ. മാർക്കസ്, അലക്സ്, ഫെർമിൻ. അതില് ആക്ച്വലി ഫാബിയോ ഫോർത്ത്. ഫാബിയോയെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് പോകുന്ന സ്പ്രിന്റില് ഫോർത്ത്, ഫൈനൽ റേസില് ക്രാഷായി വിത്ത് €2,000 ഫൈനും പ്ലസ് 10 മിനിറ്റ്സ് ഫ്രീ ടൈം. FP1 മാർഷൽസിനെയൊക്കെ വണ്ടി ഓളാക്കണോ. അടുത്ത റേസിലെ FP1 10 മിനിറ്റ് സസ്പെൻഷൻ. പെക്കോ വീണു 2 റേസും വീണു. ഈവൻ ദോ മെയിൻ റേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, മീൻസ് കൺസിസ്റ്റന്റ് ഓടിച്ചെങ്കിലും പൊസിഷൻ നോ പോയിന്റ്സ് കാര്യമില്ല. തേർഡാണ് ഇപ്പോൾ നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ, പക്ഷെ ഗ്യാപ്പ് ഭയങ്കരമായി. 12 ആണെന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ഒന്നും വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ചെറിയ 1 പോയിന്റ് ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. 12 ആണെന്ന് തോന്നുന്നു. 12 13 ആണ് കറക്റ്റ് അറിയില്ല. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അടുത്ത GP എവിടെയാ? സിൽവർസ്റ്റോൺ അല്ലേ? സിൽവർസ്റ്റോൺ. യെസ്, ഫാസ്റ്റ് ട്രാക്ക്. യെസ്, അവിടെയാണ് 10 മിനിറ്റ്. 10 മിനിറ്റ് ഫാബിയോക്ക് പോകുന്നത്. ആക്ച്വലി ഫാബിയോയുടെ സെറ്റപ്പിനെ മീൻസ് ആ ഒരു ഫ്രീ പ്രാക്ടീസിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഫ്രീ പ്രാക്ടീസിൽ ആവറേജ് ടൈമിങ്സ് എടുത്തിട്ടാണ് Q1 ആരൊക്കെ പോവും, Q2 ആരൊക്കെ പോവും. അതെ അതെ, 30 മിനിറ്റ്സ് സെറ്റപ്പ്. ഓരോ ട്രാക്ക് വരുമ്പോഴത്തേക്ക് ഇവർ സെറ്റപ്പ് ചേഞ്ചസ് ഒക്കെ ഉണ്ട് ട്രാക്കിനെ ബേസ് ചെയ്തിട്ട്. ഓരോ കോർണറിന് ഇതുണ്ടെന്ന്. ഒരു ടോപ്പ് ട്രാക്കിന്റെ ഒരു ബൈക്ക് ഓടിക്കുന്ന വീഡിയോ ഉണ്ട്. 40 വന്നായിരുന്നു. കാരണം BMW ടോപ്പ് ട്രാക്ക് വേൾഡ് സൂപ്പർ ബൈക്കിൽ ഒരു റേസറാ. അവരുടെ വേൾഡ് സൂപ്പർ ബൈക്ക് മീഡിയ ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞതാ ഓരോ കോർണറിലും ഓരോ സെറ്റപ്പാണ്, മാപ്പിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. എന്ത് ഓടിച്ചാൽ മാത്രം പോരെ, ഇതിനിടയ്ക്ക് സ്വിച്ച് ഒക്കെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഭയങ്കര സീനാണ്. മാർട്ടിൻ പച്ച നീല മഞ്ഞ തിരിച്ചറിഞ്ഞോ? 2 ആഴ്ച കഴിഞ്ഞു. അടുത്ത ആഴ്ചയാണോ? അടുത്ത ആഴ്ച സിൽവർസ്റ്റോൺ. അതിന് മുന്നേ ഒരു ടെസ്റ്റ് പ്രൈവറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് യമഹ. ആണോ? കാരണം ഇതുണ്ടല്ലോ സബ്സിഡി അല്ലല്ലോ എന്തായാലും പേര് ഇംഗ്ലീഷ് വേർഡ് മറന്നുപോയി, മലയാളത്തിൽ അറിഞ്ഞും കൂടെ. മറ്റേ ഒരു ഇത് കിട്ടത്തില്ലേ, കൺസെഷൻ പോലെ. കൺസെഷൻ ഉണ്ടല്ലോ. കൺസെഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഹോണ്ടയുടെ കൺസെഷൻസിൽ കുറച്ച് ഇനി വെട്ടിക്ക് ചുരുക്കും. ഫസ്റ്റ് വന്നോണ്ട് അപ്പറിലേക്ക് ഒരു കൺസെഷനും ഇല്ല. അപ്പറിലേക്ക് കൺസെഷൻ ഒന്നും ഇല്ല. കഴിഞ്ഞോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അപ്പറിയുടെ വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? ആകെയുള്ള ഡേറ്റ രാഹുൽ ഫെർണാണ്ടസിന്റെ പഴയ ഡേറ്റ കമ്പയർ ചെയ്യാനായിട്ട് അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, എല്ലാവരും പോയി. അപ്പം ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത റേസ് എൻ്റെ പ്രഡിക്ഷൻ പറയട്ടെ? അല്ലല്ല, വേറൊരു മേജർ പ്രഡിക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ബാനിയയുടെ കാര്യം എനിക്കറിയില്ല, ഫെർമിൻ അൽഡിഗർ ഡുക്കാറ്റി ഇതിനകത്തിലോട്ട് വരാൻ ഞാൻ ചാൻസ് ഈ പ്രാവശ്യം, അല്ലെങ്കിൽ 27 മിക്കവാറും ഇല്ല. കാരണം അവൻ യങ് ആണ്. ഇല്ല, അലക്സ് മാർക്കസ് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അലക്സിനെ മാറ്റിയിട്ട് ഒരിക്കലും കൊണ്ടുവരില്ല. കാരണം ഇവന് 20 വയസ്സേ ഉള്ളൂ. അവന് 25 ബൈക്ക് കൊടുക്കും. VR46 പെഡ്രോ കയറി കഴിയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതല്ല ഞാൻ പറഞ്ഞ ഫെർമിൻ, അലക്സ് മാർക്കസ് ഉള്ളിടത്തോളം ഫെർമിനെ
ഫാക്ടറി സീറ്റ് കിട്ടില്ല. ഓക്കെ. കാരണം അവിടെ പൊളിറ്റിക്സും ഉണ്ട്. മറ്റൊരു 2 ടൈം വേൾഡ് ചാമ്പ്യൻ മാർക്കസിന്റെ ബ്രദർ. കട്ട കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് അലക്സ് മാർക്കസ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവർ ഡേറ്റ അധികമായിട്ട് കമ്പയർ ചെയ്യും. അതിൻ്റെ ബേസിസിലൊക്കെ ഇവർ ആളെ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ 2026 പറയാം. 2026 ആരൊക്കെ അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഇനിയും ഇപ്പം നമ്മൾ കുറെ സമയമായില്ലേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും സംസാരിക്കാം. ഇനി പോകും, ഈസി ആയിട്ട് പോകും. ഇനി 1 മണിക്കൂറോടെ. പക്ഷെ പ്രശ്നം ആരും കേൾക്കത്തില്ല. ശരി, അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് ഹൗസിലിരിക്കുന്ന മാറ്റിയിട്ട് നമുക്ക് പയ്യെ ട്രാക്കിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങാം. നമ്മൾ ശരിക്കും ഓൺ ബോർഡും ട്രാക്കിലെ വീഡിയോസൊക്കെ ബൈക്കൊക്കെ റെഡി ആയിട്ടിരിക്കുക. നമ്മളോട് റെഡി ആവണം. അതെ അതെ, ബൈക്ക് റെഡി ആയില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ എന്നൊക്കെ. ഓൺ ദ വേ. ട്രാക്ക് ഡേ ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. അതെന്തായാലും ഒരു 2 വീഡിയോകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കാണത്തുള്ളായിരിക്കും അല്ലേ. അപ്പോൾ ശരി, വെതർ ഓക്കെ ആണെങ്കിൽ സിൽവർ സ്റ്റോണി മാർക്കസ് ജയിക്കും. നമ്മൾ ട്രാക്കിൽ പോകുന്നത് കാണാം.